ആദ്യമേ പറഞ്ഞേക്കാം, ഇതൊന്നും ഞങ്ങളല്ല കേട്ടോ. ഇതൊന്നും ഞങ്ങളല്ലേ, ഇത് ഞങ്ങളല്ല, ഇത് ഞങ്ങളല്ല, ഇത് ഞങ്ങളല്ല, ഇതൊന്നും ഞങ്ങളല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ ആരുടെയാണെന്ന്. ഈ റൂം ഞങ്ങൾക്ക് ഇന്ന് താമസിക്കാൻ തന്ന ആളുകളുടെയാണ് റൂം കേട്ടോ. ഞങ്ങളിന്ന് റൂമൊന്നും കിട്ടാതെ ആകെ അലഞ്ഞടക്കായിരുന്നു, ഒരു രക്ഷയില്ല. രാത്രി 10-11 മണിയായി. ബദാമിയിലാണ്, എല്ലായിടത്തും റൂം ഒരു സ്ഥലത്ത് അവൈലബിൾ അല്ല. അങ്ങനെ മെനക്കെട്ടടക്കുമ്പോഴാണ് ഒരു ടീമിനെ വിളിച്ചത്. അത് റൂമുണ്ട് പറഞ്ഞു, പിന്നെ ഇല്ല എന്ന് പറഞ്ഞു, പിന്നെ ഉണ്ട് പറഞ്ഞു, പിന്നെ ഇല്ല എന്ന് പറഞ്ഞു. അവസാനം അവരുണ്ട്, ഒരു ചെറിയ ഹാളുണ്ട്, അവിടെ വന്ന് കിടക്കാൻ പറ്റുമോ ചോദിച്ചു. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. കഴിഞ്ഞ ദിവസത്തെ ഒരു ഭയങ്കര ഓട്ടം കൊണ്ട് ഞങ്ങൾ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കിടക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നൊരു ഹാളായിരുന്നു. ഇതവർ പഠിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നൊരു ഹാളോ മുറിയൊക്കെ തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവരിതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നു കേട്ടോ. ഇതാണ് ഒരു എന്താ പറയുക, ഒരു പക്ക ലോക്കൽ സെറ്റപ്പാണ്. ഇവിടെ കുട്ടികൾ പഠിക്കുന്ന അവരെ ബുക്കൊക്കെ ഇവിടെ ഉണ്ട്, ബാഗൊക്കെ അവരിവിടെ വെച്ചിട്ടുണ്ട്. അതിനൊരു മടിയില്ല കേട്ടോ, ബാഗ് വെച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ ഒരു റൂമിൻ്റെ അവസ്ഥ. ഭയങ്കര ക്ലീനൊന്നുമല്ല, മാറയിലൊക്കെ ഉണ്ട്. ഇവിടുത്തെ പയ്യൻ്റെ തൊപ്പിയെ തോന്നുന്നു അവിടെ ഉണ്ട്. ഇതാ ഒരു ബെൽറ്റ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു. സത്യമായിട്ടും ഞങ്ങളല്ല കേട്ടോ. ഇവിടുത്തെ അപ്പുറത്തേക്കുള്ളൊരു ജനാലയാണ്, അതൊക്കെ അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. ഫാനുണ്ട്, വർക്ക് ചെയ്യിക്കില്ല. ഇവിടെ നല്ല തണുപ്പാണ്. പിന്നെ രസം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണ്ട് കുട്ടികൾ പഠിക്കാൻ വേണ്ടി ഹോസ്റ്റലായിട്ട് ഉപയോഗിച്ചിരുന്നതായിരുന്നു അത്രത്ത്. അപ്പോൾ അന്ന് അവർ പഠിക്കാൻ വേണ്ടി ടൈം ടേബിളൊക്കെ എഴുതി വയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച സംഗതി ആയിരിക്കണം. ഈ വീട്ടിലത്തെ തോന്നുന്നുണ്ടോ, അവരുടെ ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയോടെ കണ്ടായിരുന്നു. ആ കുട്ടിയുടെ ചെറുപ്പകാലത്തുള്ള ഫോട്ടോയെ തോന്നുന്നുണ്ട്, കണ്ടില്ലേ? ഇതൊന്നും അവർ മാറ്റിയിട്ടില്ല. ഇത് നമുക്ക് തരുന്ന റൂമാന്ന് വിചാരിച്ചിട്ട് അവരവരുടെ പല സംഗതികളും ഇവിടുന്ന് മാറ്റിയിട്ടേ ഇല്ല. ഇതാ അവരുടെ ഒരാളുടെ ഹെയർ ബാൻഡാണ് ഇത്, ഞങ്ങളുടെ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലത്തെ കണ്ടില്ലേ, ഇതൊന്നും ഞങ്ങളല്ല, ഈ ബുക്കൊന്നും ഞങ്ങളല്ല. യാത്രയ്ക്ക് പോകണ ഞങ്ങൾ എന്തിനാണ് ഈ ബുക്കൊക്കെ കൊണ്ടുപോകുന്നത് എന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ബാത്റൂമാണ് കേട്ടോ. കാരണം ഇവർ അതിനെപ്പറ്റി കൺസേൺഡ് അല്ല. അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മുടെ സുഹൃത്തുക്കൂടെ ഏകദേശം കടന്നു കേട്ടോ. എന്നിട്ട് വേഗം വാതിലടച്ച് കിടന്നുറങ്ങാൻ പറയാം, ഇതാ ഇത് കണ്ടില്ലേ, ഇത് ഞങ്ങളല്ല, ഇത് വീട്ടുടമസ്ഥൻ്റെയാണ്. അവരുടെ ഇതാ എന്നൊരു സാധനമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്താ ചുമക്കല്ല എൻ്റെ മാഷേ. ഇങ്ങനെ നോക്കി വെച്ചാൽ ഭയങ്കര രസമാണ്. ഇങ്ങനെ നോക്കി ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ ബാത്റൂമുണ്ട്. ഒരു പക്കാ ലോക്കൽ സെറ്റപ്പ് ബാത്റൂമാണ്. ഒരു തരത്തിൽ നമ്മളതിന് ഭയങ്കര സെറ്റപ്പാന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതൊക്കെ ഇവരുടെയാണ്, ഈ വീട്ടുകാരുടെയാണ്. ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു റൂമാണെന്ന് വിചാരിച്ചിട്ട് അവരവരുടെ വസ്തുക്കളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക, വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഗംഭീരമായിട്ട് സെറ്റപ്പായിട്ട് അതിനൊരുക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു പരിപാടിയില്ല, പക്ക ലോക്കൽ. നമ്മളൊരു വീട്ടിൽ പോയിരുന്ന് താമസിക്കുന്ന മാതിരിക്കുള്ള ഒരു അവസ്ഥയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്തായാലും ബാത്റൂമിലൊക്കെ പോയിട്ട് ഒരാൾ വരുന്നുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് തന്ന കട്ടിൽ, ഞങ്ങൾക്ക് തന്ന കട്ടിലാണ്. എന്തായാലും ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ബദാമിയിൽ വന്നിട്ടുള്ള ഇന്നത്തെ സ്റ്റേ. ഇതാണ് ഇവിടുത്തെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പറയാലോ ഒരു വസ്തു അറിയില്ല. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, കിടന്നുറങ്ങാൻ പോകണം. ഇങ്ങനത്തെ വ്യത്യസ്തമായ അനുഭവങ്ങളായിട്ട് പിന്നെ വരാം. ഇതിന് പിന്നെ എത്ര റുപ്യ കൊടുത്ത് നിങ്ങൾ ചോദിക്കരുത്, പിന്നെ പറഞ്ഞിട്ട് ബൈ.